വി ഡി സതീശനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാരണമുണ്ട്. വി ഡി സതീശൻ സംശയ നിഴലിലാണ്. കാരണം വി ഡി സതീശൻ പറഞ്ഞ ചില പ്രസ്താവനകൾ ഒക്കെ ആ വിശ്വാസത്തെ കുറയുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിൽ ധാരണയുണ്ട്. ഉദാഹരണത്തിന് ഈ തിണ്ണനിറങ്ങാൻ പോകുന്നു എന്നുള്ള പ്രയോഗം വി ഡി സതീശൻ നടത്തേണ്ട കാര്യമുണ്ടോ? ഈ ഒരു വിപ്ലവകാരിയായിട്ട് സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അതേ വി ഡി സതീശൻ തന്നെ 1.5 മണിക്കൂർ NSSന്റെ വരാന്തയിൽ പോയി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിന് ഒടുവിൽ പറയേണ്ടി വന്നില്ലേ? സുമാരൻ നേരെ കൊണ്ട് പറയിപ്പിക്കായിരുന്നില്ലേ ആ പ്രസ്താവന കൊണ്ട് ചെയ്ത്? അതിനുശേഷം സിനഡിലേക്ക് പോകുമ്പോഴല്ലേ ഈ സാധനം വരുന്നത്. നിങ്ങൾ ഒന്ന് പുറത്തു പറയുക, മറ്റൊന്ന് ചെയ്യുക. അതാണ് പറയുന്നത്. പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പ്രതിപക്ഷ നേതാവിനെ പറയാനുള്ള 3 സാഹചര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്നത് പോലെ NSSന്റെ ആസ്ഥാനത്ത് പോയി സുകുമാരൻ നായരെ കണ്ട് NSSന്റെ ആശീർവാദം വാങ്ങാൻ വേണ്ടിയിരിക്കുകയും അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് തിണ്ണനിറങ്ങാൻ പോവില്ല എന്ന് പറയുകയും ചെയ്യുന്നത്. 2, സിനഡിലേക്ക്, അതും ഔദ്യോഗിക കാർ ഉപേക്ഷിച്ചുകൊണ്ട് സിനഡിലേക്ക് പോകുന്നു. പോകണ്ടായിരുന്നൊന്നുമല്ല. പി രാജീവ് അവിടെ പോയിട്ടുണ്ടല്ലോ. പി രാജീവ് ആരുടെ തിണ്ണനിറങ്ങാൻ പോകുന്നില്ല എന്ന പദപ്രയോഗം നടത്തുന്നില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ഈ ജയിക്ക് പോയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പെരുന്നയിലേക്ക്. ഇതൊന്നും ആരും അറിയാതെ പോകുന്നില്ല. എന്നിട്ട് തിരിഞ്ഞു വന്ന് വലിയ വിപ്ലവ നായകനായി നടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ വർഗീയത. ഇന്നിപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നിപ്പോ VS അച്യുതാനന്ദൻ ഈ പരമേശ്വരജിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത അതേപോലെ ചടങ്ങിലാണ് ഞാൻ പങ്കെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ 2013 പങ്കെടുത്ത ആ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് VS അച്യുതാനന്ദൻ അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. 2006 മനക്കേപ്പടി സ്കൂളിൽ ഈ ഭാരതാംബയുടെയും ഗോൾവാൾക്കറിന്റെയും ചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് VS അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ടോ? VS അച്യുതാനന്ദൻ ചെയ്തിട്ടുണ്ടോ? 2 പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ചടങ്ങിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ പൂജ ചെയ്ത് നിലവിളക്ക് കൊളുത്തിയതിന്റെ കാരണം എന്താ വി ഡി സതീശൻ പറയാതെ പോയത്? അപ്പൊ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പോൾ ചൂരൽമല മുണ്ടക്കയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞില്ലേ? യഥാർത്ഥത്തിൽ കെ സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ. അപ്പോൾ ആ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വി ഡി സതീശൻ പറഞ്ഞത് മാത്രമേ രമേശിനെ തള്ളി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ വിശ്വാസതയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിച്ചു. അത് ഏറെക്കുറെ ശരിയുമാണ്. അത് ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ മതേതരവാദിയായിട്ട് പറയും, പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ വരുമ്പോൾ അത് മതരാഷ്ട്രവാദം ഇല്ലെന്ന് പറയും. അതെങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട്